നിറഞ്ഞു നിൽക്കുന്ന യമുന നദി അല്ല. ഇത് ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിലുള്ളത്. ഇത് വേനൽക്കാലത്തേക്ക് അടുത്തിരിക്കുന്നു. ഡിസംബർ 7-ാം തീയതിയാണ് ഇത് എടുക്കുന്നത്. യമുന നദി ഭാരതത്തിലെ ഒരു പുണ്യ നദികളിൽ ഒരെണ്ണമാണ്. ഈ നദിയുടെ തീരത്താണ് താജ്മഹൽ പണിതിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത അനുഭവങ്ങൾ. ഈ നദിയുടെ തീരത്ത് പച്ചപ്പാർന്ന നിൽക്കുന്ന ഈ സ്ഥലത്ത് അകലെയായി വേറെ എന്തോ ഒരു മിന്നാരം പോലെയുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. യമുനാ നദി ശാന്തമായി എന്നും ഒഴുകും. എന്നും ഈ നദിയിലൂടെ ഒഴുകുന്നത് വെള്ളമാണ്. ഈ വെള്ളം എത്ര പ്രാവശ്യം ഈ യമുനാ നദി കണ്ടു? ഒരിക്കൽ എത്ര പ്രാവശ്യം ഈ താജ്മഹൽ കണ്ടു? ഓർമ്മയാണ്. ഈ താജ്മഹൽ പണിയാനായിട്ട് വെള്ളവും എല്ലാം നൽകിയത് ഈ യമുനാ നദിയാണ്. ഇത് ഒരോർമ്മയാണ്. യോർദാൻ നദി വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്നതാണ്. കേരളത്തിൽ ഏറ്റവും നീളമുള്ള പെരിയാർ നദി പോലെ നീല നിറത്തിലുള്ള വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. അവിടെ കേരളത്തിൽ മുല്ലപ്പെരിയാർ മുതൽ വേമ്പനാട്ടുകായൽ വരെ നിറഞ്ഞൊഴുകുന്ന ആ പെരിയാർ നദി ഇവിടെ യമുനാ നദി നിറഞ്ഞൊഴുകുകയാണ്. തത്തകൾ ഈ പുഴയ്ക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. അതിൻ്റെ അങ്ങേ സൈഡിൽ അവൻ്റെ ആദ്യ ഭാര്യയായിട്ട് പോകും. ഈ കാണുന്നത് ഏതാണ്? ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോസ്ക് ആണല്ലേ? മോസ്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത് താജ്മഹൽ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അടുത്ത ആ സൈഡിൽ വേറൊരു ടൂമുണ്ട്, അത് ആദ്യ ഭാര്യയ്ക്ക് ഉണ്ടാക്കിയത്. താജ്മഹലിൻ്റെ ഈ മിന്നാരം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അത് മറിഞ്ഞ് താജ്മഹലിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ്. താജ്മഹലിൻ്റെ ഈ മുകളിൽ കാണുന്ന ആ കറുത്ത കളറിലുള്ളത് ബ്രോൺസാണ്. ഇതിനു മുമ്പ് അത് പൂർണ്ണമായും സ്വർണമായിരുന്നു. ആ സ്വർണം ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോയെന്നാണ് ഇവിടെയുള്ള ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്.